ഹായ് ഗൈസ്, collegementory.com ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GNM അഥവാ ജനറൽ നഴ്സിംഗിനെ പറ്റിയാണ്. +2 പല കാരണങ്ങൾ കൊണ്ട് ബയോസയൻസ് എടുത്ത് പറ്റാത്തവരാണെങ്കിൽ, പഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഇനി നിങ്ങൾക്ക് നഴ്സിംഗ് ഫീൽഡിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ കുറെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് മുന്നിലൊരു ബെസ്റ്റ് വേ അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് GNM അഥവാ ജനറൽ നഴ്സിംഗ്. +2 ഏതൊരു സ്ട്രീം എടുത്ത കുട്ടികൾക്കും എടുക്കാവുന്ന ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ്. 50% മാർക്കാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. ഇനി ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം ആണ്. ഇനിയിപ്പോ ഡിപ്ലോമ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു കാര്യം ഓടി വരും, എന്തായിരിക്കും എന്നറിയോ? BSc നഴ്സിംഗുകാരെ പോലെ തന്നെ നമുക്ക് വല്ല വേക്കൻസി കിട്ടുമോ, ഇല്ലെന്നുണ്ടെങ്കിൽ സാലറി എത്രയായിരിക്കും നമുക്ക് കിട്ടുക? ഇനി പ്രധാന സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും കിട്ടുമോ? അങ്ങനെ നമുക്കൊരു പ്രശ്നം വരുന്നില്ല. ഇന്ത്യക്കകത്തായാലും പുറത്തായാലും GNM പഠിച്ചൊരു കുട്ടിക്ക് നല്ല വേക്കൻസീസും അതേപോലെ തന്നെ നല്ല സാലറിയുമാണ് ഓഫർ ചെയ്യുന്നത്. അത് കൂടാണ്ട് ഗവൺമെന്റ് സെക്ടറിൽ പോലും നിങ്ങൾക്ക് വേക്കൻസി അവൈലബിൾ ആണ്. ഇനിയിപ്പോ നിങ്ങൾ 3 വർഷത്തെ GNM പഠിച്ച ശേഷം 2 വർഷത്തെ പോസ്റ്റ് BSc കോഴ്സും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ BSc നഴ്സിംഗുകാരെ പോലെ തന്നെ ഉള്ളൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ GNM പഠിച്ച ഒരു സ്റ്റുഡന്റിന് ലഭിക്കുന്നതാണ്. BSc നഴ്സിംഗ് പോലെ തന്നെ നഴ്സിംഗ് കൗൺസിലിന്റെ അണ്ടറിൽ വരുന്നതാണ് ജനറൽ നഴ്സിംഗും. നമ്മുടെ കേരളത്തിലെ ജനറൽ നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ള കോളേജുകൾ വളരെ കുറവാണ്. ഇപ്പൊ കേരളത്തിൽ 3 രീതിയിലാണ് ജനറൽ നഴ്സിംഗിന് അഡ്മിഷൻ ആയിട്ട് വരുന്നത്. ഒന്ന് DHS, രണ്ടാമത്തെ DMA, പിന്നൊന്ന് സെൽഫ് ഫിനാൻസ്. ഒന്നാമത് വരുന്നത് DHS ആണ്. DHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ ഹോസ്പിറ്റലിലേക്കുള്ള അഡ്മിഷൻ ആണ്. അതാത് ജില്ലയിലുള്ള ഹോസ്പിറ്റലിലേക്കുള്ള അഡ്മിഷൻ ആണ് ലഭിക്കുക. അടുത്ത DMA ആണ്. രണ്ടാമത്തെ DMA ആണ് വരുന്നത് മെഡിക്കൽ കോളേജിലേക്കുള്ള അഡ്മിഷൻ ആണ്. അതിൽ SC ST സ്റ്റുഡൻസിന് മാത്രമേ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഉള്ള സെൽഫ് ഫിനാൻസ് കോളേജ് ആണ്. സെൽഫ് ഫിനാൻസ് കോളേജ് മാനേജ്മെന്റ് ത്രൂ ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കുറച്ച് ഫീസും അവിടെ കൂടുതലായിരിക്കും. ഇനിയിപ്പോ കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, കേരളത്തിന് പുറത്ത് കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്ത് കുറെ കോളേജസും ഉണ്ട്, അതേപോലെ തന്നെ പ്ലേസ്മെന്റും കുറെ കൂടുതലുമാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ GNM-ന് കേരളത്തിൽ കുറച്ച് കോളേജസേ ആകെയുള്ളൂ. പിന്നെ പ്ലേസ്മെന്റും വളരെയധികം കുറവുമായിരിക്കും. നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ളത് കേരളത്തിന് പുറത്ത് പഠിക്കുക തന്നെയാണ്. തമിഴ്നാടോ കർണാടകയോ നിങ്ങൾ നല്ല കോളേജസ് നോക്കി ചൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കേരളത്തിന് പുറത്തു പോയി തന്നെ പഠിക്കണം. നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ആയാലും ഇംപ്രൂവ് ആവും. നല്ല ഫ്ലുവന്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റും. ഇനിയിപ്പോ നിങ്ങൾ കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല കോളേജസ് മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം നല്ല ഫാക്കൽറ്റീസും ഫെസിലിറ്റീസും ഹോസ്പിറ്റലും ഒക്കെയുള്ള കോളേജിൽ ഇറങ്ങിയാലാണ് ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ ആയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്രൂവൽസ് ആണ്. കോളേജിന്റെ അപ്രൂവൽസ് നോക്കിയിട്ട് വേണം നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷം ഈ GNM അല്ലെങ്കിൽ ഇത്ര വർഷം നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ സർട്ടിഫിക്കറ്റിന് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നല്ല അപ്രൂവൽ ഉള്ള നല്ല കോളേജസ് മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾ GNM-ന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നല്ല കോളേജസ് എന്ന് അന്വേഷിക്കുന്നവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ ബൈ, താങ്ക് യു.